ഹലോ ഫ്രണ്ട്സ്, ബ്ലാക്ക് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മോട്ടർന്തറയൊക്കെ പറ്റിച്ച് അപ്പോൾ ഇവിടെ നമ്മുടെ അച്ഛനും പേരപ്പനും അനിയന്മാരും എല്ലാം അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ശാരം താമസമായി അവരപ്പോൾ കുത്തുവലയൊക്കെ വെച്ച് മീൻ പിടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ഒരു തപ്പിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒറ്റാലുമായിട്ട് നമ്മുടെ പേരപ്പന ഇതുവഴി കറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ മോട്ടറടിച്ച് നല്ല രീതിയിൽ വെള്ളം പറ്റിച്ചിട്ട് മീനുകളെല്ലാം മേളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത് കാണാം. കാര്യമുണ്ട്, കല്ലടാമുട്ടിയൊക്കെ ഇങ്ങനെ മേളിലോട്ട് കയറി പോകുന്നത് കാണാം. അപ്പോൾ നമ്മുടെ പേരപ്പന ഒറ്റാലുമൊക്കെ ആയിട്ട് ഇതുവഴി കറങ്ങി കിടപ്പുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി കറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പേരപ്പൻ്റെ കൂട്ടുകാരനെ അവിടെ മീൻ പിടിക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറുമാണ്. അതുപോലെ തന്നെ സീരിയലിലും സിനിമയിലൊക്കെ കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ പിടിച്ച മീൻ. ഒറ്റവെള്ളം കാരി കിടപ്പുണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ തന്നെ വലക്കകത്തല്ലാതെ കല്ലടമുട്ടി കാര്യങ്ങളും വരാലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലെ ഒരു ചന്തയെ കൊണ്ടാണ് മീനെല്ലാം കൊടുക്കുന്നത്. ഇവിടെ കല്ലടാമുട്ടി ഒരു വലക്കകത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മീഡിയം ടൈപ്പം മുഴുത്ത കല്ലടാമുട്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ തിരഞ്ഞ് മാറ്റി വലക്കകത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു വലക്കകത്ത് വരാലും കയറ്റിയിട്ടുണ്ട്. വരാൽ അത്യാവശ്യം സൈസായ വരാലൊക്കെ മാറ്റിയിട്ടുണ്ട്. അവരിപ്പോഴും മീൻ പിടുത്തം നിർത്തിയിട്ടില്ല. അവർ മീൻ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പറ്റിയ കാരണം അവർ തപ്പി പിടിക്കുമ്പോൾ അത്യാവശ്യം വരാലും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ വിലയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വലക്കകത്ത് അത്യാവശ്യം മുഴുത്തതും ചെറുതുമൊക്കെ ആയിട്ട് മീഡിയം ടൈപ്പും വരുന്നതിനൊക്കെ ഓരോരോ വലകളിലായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം ചത്തു പോകാതിരിക്കാൻ വേണ്ടി. രാവിലെ ഒരു ചന്തയെ കൊണ്ട് കൊടുക്കുന്ന കാരണം വരാലൊന്നും ചത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനോട്ടുള്ള വില കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വള്ളത്തെ അതുപോലെ തന്നെ കാരി എടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചത്തു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പേരപ്പൻ ഇതുവഴി ഒറ്റിയിട്ട് സാധനമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ കൈയൊക്കെ പൊക്കി കാണിക്കുന്നതാണ് നമ്മുടെ പോലീസുകാരൻ സാറ്. അപ്പോൾ സാറ് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വന്ന് മീനൊക്കെ മേടിക്കുന്നതാണ്. സാറിന് ഇവിടെ മീൻ പിടുത്തം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും ഒറ്റക്കൊള്ളാന്നൊക്കെ പറഞ്ഞ് കരയ്ക്കുന്നാലും ഒറ്റാന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് നല്ല ഡാൻസൊക്കെ കളിച്ചാണ് സാറ് നിൽക്കുന്നത്. അപ്പോൾ സാറിന് ഈ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. നമുക്കെല്ലാവർക്കും ഈ കരയ്ക്ക് നിൽക്കുമ്പോൾ മീൻ ഇതുവഴി പാഞ്ഞൊക്കെ നടക്കുന്നത് നമുക്ക് വെള്ളത്തിൽ ചാടി മീൻ പിടിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അതുപോലെ തന്നെയാണ് സാറിനും. സാറ് ചാടി വെള്ളത്തിൽ ചാടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൈയൊക്കെ അപ്പോൾ ബാക്കി തപ്പിപ്പിടിച്ച മീനൊക്കെ ആയിട്ട് പേരപ്പം കരയ്ക്കോട്ടൊരു ചാക്കിൻ്റെ അകത്തോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ കയറി നമുക്ക് എന്നൊക്കെ മീനുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം കുറച്ച് കല്ലാമുട്ടിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വെള്ളം പറ്റിയ കാരണം നമുക്ക് കുത്തുവല വെക്കാതെ തന്നെ തപ്പിപ്പിടിക്കാമായിരുന്നു. കാരണം കുറച്ച് വരാലും കാര്യം കല്ലടാമുട്ടി എല്ലാം കൂടെ മിക്സഡായിട്ടായിരുന്നു ചാക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നേരെ കൊണ്ട് വള്ളത്തിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് പിന്നെ നമ്മുടെ പേരപ്പൻ ഒരു ഒറ്റയൊക്കെ ആയിട്ട് പിന്നെ ചേട്ടുണ്ട്. അപ്പോൾ ഒരു വരാലിങ്ങനെ കയറി പോകുന്നതാണ്. പേരപ്പൻ അപ്പുറ ഭാഗത്ത് നിന്നിട്ട് ഒറ്റാലുമൊക്കെ ആയിട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ വരാലിനെ കണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒറ്റാൻ വേണ്ടി പോയത് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ചാടിൻ്റെ ആൾ പയ്യെ ഇറങ്ങിപ്പോയി നൈസായിട്ട് ഒറ്റാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഒറ്റാൻ നോക്കി താത്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒറ്റാലിൻ്റെ അകത്ത് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. കാരണം പിന്നെയും നോക്കിയായിരുന്നു അപ്പുറത്തെ കണ്ടത് ഒറ്റുന്നതിന് പിന്നെ മാറിയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടെല്ലാം മീനിങ്ങനെ ഈ നല്ല രീതിയിൽ വെള്ളം പറ്റിയ കാരണം മേളിലോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും ചേട്ടനും അനിയന്മാരെല്ലാം കൂടെ അങ്ങ് മാറി നിന്ന് അവിടുന്ന് മീൻ തപ്പി വരും.